കുഴലപ്പം ഉണ്ടാക്കിയാലോ? ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, ഓണത്തിന് സ്പെഷ്യലായിട്ട് നമുക്കൊരു കുഴലപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ 1 കപ്പ് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്തുമാത്രം അരിപ്പൊടി എടുക്കുന്നുണ്ടോ അതനുസരിച്ചുള്ള നിങ്ങൾ എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കണക്കിൻ്റെ ഇരട്ടി 2 ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഈ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കണം കേട്ടോ. ഇപ്പോൾ 1 ഗ്ലാസ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളൂ. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. വറുത്ത അരിപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല നൈസായിട്ടുള്ള പുട്ടിന് വറുത്ത പരുവത്തിനുള്ള വറുത്തത് മതി. പക്ഷേ തരി പാടില്ല കേട്ടോ. നല്ല നൈസായിട്ട് അപ്പത്തിനൊക്കെ നമ്മൾ പൊടിക്കുന്ന പോലത്തെ അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതേപോലെ തീരെ നൈസായിട്ടുള്ള ഒരു അരിപ്പൊടി ഇതിനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3-4 ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒരു 4, 5 എണ്ണോ 6 7 ഒക്കെ എടുക്കാം. ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ. ചെറിയ ഉള്ളിയാണ്. ഒരു 2 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 അല്ലെങ്കിൽ 1 ആയാലും മതി. അത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ എടുക്കാം കേട്ടോ. ഞാനൊരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് കേട്ടോ. ജീരകം ഞാനൊരു 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്. ഇതേപോലെ എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ. ഈ ഒരു ചെറിയൊരു കപ്പിനൊരു കപ്പാണ് കേട്ടോ. ഇതിന് 2 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അളവുകളെല്ലാം കൂട്ടിയെടുക്കുക കേട്ടോ. തേങ്ങ, ഇതിനൊരു 1/2 തേങ്ങ, ഈ കപ്പിന് ഒരു 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരണം. അരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അരയ്ക്കണ്ട, എന്നാലും ഒരുവിധം നന്നായിട്ട് അരച്ചെടുക്കണം. ഇത്രയും കേട്ടോ. ഈ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിന് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് കലക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വെറും വെള്ളമല്ല നമ്മൾ എടുക്കുന്നത്. ഇതിനൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഏത് കപ്പിലാണോ നമ്മൾ പൊടി എടുക്കുന്നത് ആ കപ്പിൽ തന്നെ നമ്മൾ വെള്ളവും കൂടെ എടുത്ത് അളന്നെടുക്കാം കേട്ടോ. ഇതിനൊരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഇതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ അരപ്പും കൂടെ ഇട്ട് നമുക്കിതാണ് തിളച്ച് വരേണ്ടത് നന്നായിട്ട്. ഇതിൻ്റെ അകത്തേക്ക് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിലേക്ക് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൊടുക്കണം. ഈ പൊടിക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മളൊന്ന് ഏകദേശം നമുക്കറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്തുമാത്രം വേണം, ഉപ്പ് എന്തുമാത്രം വേണം എന്നുള്ളത് ഉപ്പൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഉപ്പ് ഈ പൊടിക്കും കൂടെ ആവശ്യത്തിനുള്ളത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഉപ്പിട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ കേട്ടോ. ഈ വെള്ളം വെട്ടി തിളക്കുന്നതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പൊടി ഒന്നിട്ട് കൊടുക്കാം. കുറേശ്ശെ പൊടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടി ഇച്ചിരി നമുക്ക് ഇങ്ങനെ ഇച്ചിരി വെള്ളമായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഇതിൽ വെച്ച് നമ്മൾ പറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഇളക്കി നമ്മൾ കുറച്ചും കൂടെ ഇത് പൊടി വേഗണം. ഇത് കിടന്ന് ഇങ്ങനെ വെന്ത് നമുക്കിത് പറ്റിച്ചെടുക്കണം. പിന്നെ വറുത്ത പൊടി ആയതുകൊണ്ട് കൂടുതൽ കാണുകയും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമ്മളിതിലിങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമുക്കൊരു കുഴഞ്ഞ് കിട്ടുന്ന പരുവത്തിന് നമ്മളിതേപോലെ ഒത്തിരി അങ്ങ് മുറുകി പോകരുത് കേട്ടോ. അതനുസരിച്ച് നമ്മൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കിയെടുക്കുക. ഒത്തിരി മുറുകി പോകുന്ന രീതിയിൽ എടുക്കരുത് കേട്ടോ. ഇതേപോലെ ഇതേ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് തീ എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പരുവത്തിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ വെള്ളം കൂടുതലാണ്, ഇച്ചിരി കൂടെ നിങ്ങൾ എടുത്തത് കൂടിപ്പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ അടുപ്പിൽ വെച്ചിങ്ങനെ ഇളക്കി പറ്റിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇളകി കിട്ടും. നമ്മളിത് ചൂടോടുകൂടി തന്നെ നമുക്ക് പറ്റുന്ന വിധത്തിലുള്ള ചൂടോടുകൂടി തന്നെ നമ്മളിത് ഇളക്കിയെടുക്കണം. ഇങ്ങനെ ഇളക്കി കൈ കൊണ്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഇച്ചിരി ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിത് ഇളക്കിയെടുക്കണം. നമുക്ക് കുറച്ച് എള്ളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതാണ് ഇത് കൂടുതലായിട്ട് വേണ്ടത്. കുറച്ച് എള്ളും കൂടെ ഇട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കണം. നല്ല മയമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതിൽ ചെറുതായിട്ടൊരു ഓയിലൊന്ന് തടവി കൊടുക്കണം.
അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കണം കേട്ടോ. നമ്മൾ എടുക്കുന്ന അനുസരിച്ച് നമ്മളിത് ഉണങ്ങിപ്പോകാതിരിക്കുക. അരിപ്പൊടിയാണല്ലോ, മറ്റുള്ള പൊടി പോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ഇതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ചപ്പാത്തി പലകയിൽ നമുക്ക് ഇച്ചിരി ഓയിൽ പരത്തി കൊടുക്കാം. പലകയിൽ ചപ്പാത്തി ഏതിലാണോ പരത്തുന്നത്, ചപ്പാത്തി പലകയിലോ നമുക്ക് ഇതേപോലെ അതിൽ ഈ കോലിൽ നമുക്ക് ഓയിൽ പരത്തി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് പരത്തി എടുക്കാനായിട്ട്. നമ്മുടെ കയ്യിലും അല്പം ഓയിലുണ്ടാവണം കേട്ടോ. ഇത് എണ്ണ ഒഴിച്ച് അടുപ്പിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് നമുക്കെടുക്കാം. ഇത്രയുള്ള ഒരു ബോൾ എടുത്തു. ഇത് നിങ്ങൾക്ക് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട്. ഞാൻ ചെറുതായിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ആ ഗ്ലാസിൻ്റെ വട്ടത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇത് നമുക്കിതിലേക്കൊന്ന് വെച്ചൊന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി അങ്ങ് കനം കുറയ്ക്കരുത്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അതുപോലെ കനം കുറച്ച് ഉണ്ടാക്കരുത്. ഈ ചെറിയൊരു കനത്തിൽ നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ വലുതായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അരികൊക്കെ നമുക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇത് നമുക്ക് മൂടി വയ്ക്കാം. അതിന് ശേഷം ഇതെടുക്കുക. ഇതെടുത്തതിന് ശേഷം ഈ കനത്തിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതേപോലെ ഞാനിങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ കനത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതേപോലെ ഈ കനത്തിൽ നമ്മളിതിങ്ങനെ എടുത്തു. മുറിച്ചെടുത്തത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വിരലയിലേക്ക് നമ്മളിതിങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിതിങ്ങനെ റോള് പോലെ ആക്കിയെടുക്കാം. വിരല വെച്ച് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അതിങ്ങനെ നമുക്ക് റോള് പോലെ ആക്കി എടുത്താൽ മതി. ഇങ്ങനെ ഇവിടെ ഈ ഭാഗം നമുക്ക് ഇച്ചിരി കനമായിട്ട് വരുന്നതുകൊണ്ട് ഇച്ചിരി താമസം വരും ഇത് മൊരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ അവിടെ ഇച്ചിരി കനം കുറച്ച് നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ഇച്ചിരി കൈ കൊണ്ടിട്ട് കനം കുറച്ച് നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ വിരൽ രണ്ട് സൈഡിലും കൂടെ വിരൽ കടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ കുറച്ചെണ്ണം ഒരു 5-6 നമ്മൾ ഒന്നിച്ച് ഇത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇത് വറുക്കാനിടുക കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നും നമുക്ക് അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുക്കാം. ഇത് ഓരോന്ന് നമുക്ക് എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതേപോലെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇതേപോലെ കുഴലപ്പം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഓണത്തിന് നമുക്ക് ഇതേപോലെ കുഴലപ്പം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. നിങ്ങളെന്നെ ഒന്ന് സഹായിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക, അതുപോലെ ലൈക്കും ചെയ്യുക കേട്ടോ. താങ്ക് യു.